ഓക്കെ ഗേസ്, നമ്മുടെ സിറ്റിയിലില്ലേ ഒരു പോർട്ട് ഉണ്ട് കേട്ടാ. ആ പോർട്ടിലാണെങ്കിൽ ഒരു പുതിയ സൂപ്പർ കാർ വന്നിട്ടുണ്ട്. ഒരു സൂപ്പർ കാറൊക്കെ വന്നു എന്ന് പറഞ്ഞാൽ ഞാനിവിടെ അടങ്ങിയിരിക്കുമോ? ഒരിക്കലും ഇല്ല. നമുക്ക് പോയിട്ട് ആ കാറങ്ങ് അടിച്ചു മാറ്റാം. ഒരു മിനിറ്റ്, ഇതെന്തത്? എൻ്റെ വീട്ടിൽ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ടല്ലോ. ഇവരൊക്കാരാ? അച്ഛനെ ചോദിച്ചു നോക്കാം. അല്ല, ഇതവരല്ലേ? ഞാൻ ഇവരുടെ നിന്ന് കാശ് മേടിച്ചിട്ടുണ്ടായിരുന്നു. എടാ ജാക്കേ, നീ എന്താ വിചാരിച്ചേ? നമ്മുടെ നിന്ന് കാശ് മേടിച്ചിട്ട് മുങ്ങാന്നാ? അയ്യോ ചേട്ടന്മാരെ, അത് പിന്നെ ഞാൻ തരാം. കാശ് ഞാൻ തരാം. ഒരു 2 ദിവസം സമയം തയ്യോ, അപ്പോഴേക്കും ഞാൻ തരാം. നീ കുറേ ദിവസമായിട്ട് ഇതന്നെയാണല്ലോ പറയണേ. ഇപ്പോൾ ദേ ഒരു മാസമായി. ഇതൊരിക്കലും നിനക്ക് കാശ് തിരിച്ചു തരാൻ പറ്റിയില്ല. അതെ, നിന്റെ ഈ പട്ടിയില്ലേ, ഇതിൻ്റെ പേരെന്തായിരുന്നു? റോക്കിയാ. ആ, നമ്മൾ ഈ റോക്കിനെ കൊണ്ടുപോവാ. അയ്യോ, അതിനെ കൊണ്ടുപോവല്ലേ? കാശ് ഞാൻ തരാം. അയ്യോ, എൻ്റെ കയ്യിലിപ്പോൾ ക്യാഷ് ആയിട്ടില്ല. ചേട്ടന്മാരെ, ഒരു കാര്യം ചെയ്യ്. അവിടെ മഹീന്ദ്ര താറിരിക്കുന്നുണ്ട്, ആ താറെടുത്തോ. അല്ലെങ്കിൽ വേണ്ട, എൻ്റെ വീടൊക്കെ എടുത്തോ. റോക്കിനെ ഒന്നും ചെയ്യല്ലേ, അതിനെ വെറുതെ ടേക്ക്. അതെ, എനിക്ക് നിൻ്റെ വീടും കാറൊന്നും വേണ്ട. ആ 2 കോടിയില്ലേ, അത് നമുക്ക് ക്യാഷ് ആയിട്ട് തന്നെ കിട്ടണം. തൽക്കാലം നമ്മൾ ഈ റോക്കിനെ കൊണ്ടുപോവാ. നീ എപ്പോഴാണോ കാശ് തരണേ, അന്നേരം നമ്മൾ ഈ റോക്കിനെ നിനക്ക് തിരിച്ചു തരാം. ഇല്ലെങ്കിൽ പിന്നെ ഇതിനെ കുറിച്ച് പറഞ്ഞേക്ക്. ഗൈസ്, ഇതിപ്പോ എന്തുണ്ടായേ? അവര് റോക്കിനെ കൊണ്ടുപോയില്ലോ. ഞാൻ ആരുടേന്നേ പണ്ട് കാശ് മേടിച്ചിട്ടുണ്ടായിരുന്നു. 2 കോടി മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല. എൻ്റെ കയ്യിൽ അധികം പൈസ ഉണ്ടായിരുന്നില്ല. ഇപ്പതേ അവര് റോക്കിനെ തട്ടിക്കൊണ്ട് പോയിക്ക. അയ്യോ, നമുക്ക് എങ്ങനെയെങ്കിലും റോക്കിനെ രക്ഷിക്കണം, ഇല്ലെങ്കിൽ ശരിയാവില്ല. ഈ 2 കോടി ഇപ്പം ഞാൻ എവിടെ നിന്ന് ഉണ്ടാക്കുക? ഞാനിപ്പോൾ അതാ ആലോചിക്കണേ. ഇന്ന് പൈസ കൊടുത്തില്ലെങ്കിൽ അവരെ റോക്കിനെ വെറുതെ വിടില്ല. എന്തപ്പോൾ ചെയ്യുക? കാശ് ഇങ്ങനെ ഉണ്ടാക്കുക. ഈ സിറ്റിയിലാണെങ്കിൽ വലിയ ബാങ്കൊന്നുമില്ല, അല്ലെങ്കിൽ അത് പോയിട്ട് കൊള്ളടിച്ചാൽ മതിയായിരുന്നു. അതെ, എനിക്കൊരു ഐഡിയ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ നമ്മുടെ സിറ്റിയിലെ ഒരു പോർട്ട് ഉണ്ട്. അവിടെ ഒരു പുതിയ സൂപ്പർ കാർ വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ആ കാർ പോയിട്ട് അടിച്ചു മാറ്റാം. അത് വിറ്റ് കഴിഞ്ഞാലേ നമുക്ക് ഇഷ്ടംപോലെ ക്യാഷ് കിട്ടും. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. ആ കാർ പക്ഷേ ഏതാന്ന് എനിക്കറിയില്ല ഏട്ടാ. ലംബോർഗിനിയാണോ ബുഗാട്ടിയാണോ ഏതാന്ന് എനിക്കറിയില്ല. എന്തൊട്ടെല്ലാം ചെയ്ത് നോക്കി നോക്കാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മളെ പോർട്ടിലേക്ക് വന്നേക്കാണ് കേട്ടാ. ഇത് പിന്നെ അത്യാവശ്യത്തിന് വലിയൊരു പോർട്ടാ. ഇവിടെ ഇഷ്ടംപോലെ കണ്ടെയ്നർ ഉണ്ട്. ഇവിടെ എവിടെയെങ്കിലും ആ കാർ ഉണ്ടാവും ട്ടാ. നമുക്ക് നോക്കി നോക്കാം. നമുക്ക് പിന്നെ അധികം സമയമില്ല ഏട്ടാ. ആ കാർ എവിടെയാന്ന് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കണം. ഒരു മിനിറ്റ്, ഇവിടെ ഒരു സൂപ്പർ കാർ ഉണ്ട്. ഇത് പോർഷയാണല്ലോ. പോർഷയ്ക്ക് എത്രയാ? 2 കോടി ഉണ്ടാവോ? ഏയ്, ഈ മോഡലിൽ 2 കോടി ഉണ്ടാവില്ല, 1 കോടി ഉണ്ടാവുള്ളൂ. ഷേ, ഇനിയിപ്പോൾ എന്നിട്ട് ചെയ്യാ? ഈ കാറ് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് 1 കോടി കിട്ടുള്ളൂ. ആ, എനിക്കൊരു ഐഡിയ ഉണ്ട്. നമുക്ക് ഈ കാറില്ലേ അത് മോഡിഫൈ ചെയ്യാം. ഈ കാറിൽ നമുക്ക് ഗോൾഡൻ പെയിന്റ് അടിക്കാം. എന്നിട്ട് ഷോറൂമിൽ പോയിട്ടേ ഒറിജിനൽ ഗോൾഡൻ കാർ എന്ന് പറഞ്ഞിട്ട് വിൽക്കാം. ആ ഷോറൂമിൻ്റെ മാനേജർ പിന്നെ പൊട്ടനാ, അയാളെ വിശ്വസിച്ചോളും. നമുക്കപ്പോൾ ഈ കാറിലെ ഗോൾഡ് പെയിന്റ് അടിക്കാം. അതിനായിട്ട് നമുക്ക് ബെന്നിയുടെ വർക്ക്ഷോപ്പിലേക്ക് പോവാം. ഇപ്പം പക്ഷെ നമുക്ക് വർക്ക്ഷോപ്പിൽ കയറാൻ പറ്റില്ല ഏട്ടാ. എൻ്റെ പിന്നാലെ നിറച്ച് പോലീസാ. എനിക്കിവിടെ 2 സ്റ്റാർ വാട്ടർ കിട്ടിയേക്കാ. നമുക്കപ്പോൾ ആദ്യം പോലീസിൻ്റെ നിന്ന് രക്ഷപ്പെടണം, എന്നാലും നമുക്ക് ബെന്നിയുടെ വർക്ക്ഷോപ്പിലേക്ക് കയറാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പോലീസുകാരെ നമ്മളെ വെറുതെ വിടില്ല. A few moments later. ഓക്കെ, നമ്മളങ്ങനെ പോലീസിൻ്റെ നിന്ന് രക്ഷപ്പെട്ടു. ഇനിയിപ്പോൾ നമുക്ക് ഈ വണ്ടി മോഡിഫൈ ചെയ്യാം, പെടായിട്ട് മോഡിഫൈ ചെയ്യാം. ഇവിടെ ഇപ്പോൾ നമുക്ക് ഗോൾഡ് പെയിന്റ് അടിക്കാം. പിന്നെ വേറെ വല്ല മോഡിഫിക്കേഷൻസ് ചെയ്യണ? ആ, ടയറിൻ്റെ കളറും കൂടി മാറ്റാം. ടയറും കൂടി ഗോൾഡ് ആക്കാം. കിടന്നോട്ടെ. ഫുള്ളി ഗോൾഡൻ വണ്ടിക്ക് മാറ്റാം. ആ, ഇപ്പോൾ സെറ്റായി. ഓക്കെ, വണ്ടി ഇങ്ങനെ നമ്മൾ പെയിന്റ് അടിച്ചുട്ടാ. ഇനിയിപ്പോൾ നമുക്ക് നേരെ ഷോറൂമിലേക്ക് പോവാം. എന്നിട്ട് ഗോൾഡൻ കാറാന്ന് പറഞ്ഞിട്ട് വിൽക്കാം. ഞാൻ പിന്നെ നേരത്തെ പറഞ്ഞില്ലേ, ആ ഷോറൂമിൻ്റെ മാനേജർ ഒരു പൊട്ടനാ. അയാളത് വിശ്വസിച്ചോളും. നമുക്കപ്പോൾ ഇഷ്ടം പോലെ ക്യാഷ് കിട്ടും. അത് മതി. ഷോറൂം പിന്നെ ഇവിടെ അടുത്താണ്, അതോട് കുഴപ്പമില്ല. നമ്മളങ്ങനെ ഷോറൂമിലേക്ക് എത്തിയേക്കാണ്. ഏയ്, ഇവിടെ ആരില്ലേ?
എനിക്ക് ഇന്ന് തന്നെ ഈ വണ്ടി വിൽക്കണം. ഹലോ ചേട്ടാ, അതെ, ഈ കാണുന്ന കാറില്ലേ, അത് വിൽക്കണം. ഇത് പിന്നെ സാധാരണ കാറല്ല, ഒരു ഗോൾഡൻ കാറാ. എനിക്ക് പിന്നെ കാശിൻ്റെ കുറച്ച് അത്യാവശ്യമുണ്ട്, അതുകൊണ്ട് ഈ കാറ് വിൽക്കണം. ഗോൾഡൻ കാറാ? ഞാൻ ആദ്യമായിട്ടാ ഗോൾഡൻ കാറ് കാണണേ. ഈ കാറൊക്കെ വിൽക്കണമെങ്കിൽ ഒരു 2 കോടി കിട്ടും, അതുറപ്പാ. ആണോ? എന്നാ ശരി, ആ 2 കോടി എൻ്റെ നമ്പറിലേക്ക് അയച്ചേക്ക്. ഓക്കെ, നമുക്കെങ്ങനെ ക്യാഷൊക്കെ കിട്ടിയേക്കാണ് കേട്ടാ. ഇറങ്ങണ വണ്ടിന്ന്. ഇനി മുതൽ ഈ സൈക്കിള് എൻ്റെ സ്വന്താ. ഇനിയിപ്പോൾ നമുക്ക് അവന്മാരുടെ അടുത്തേക്ക് പോവാം. അവന്മാർ പിന്നെ നേരത്തെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ എന്നിട്ട് എനിക്ക് ലൊക്കേഷനൊക്കെ അയച്ചെന്നു. എന്നോട് ക്യാഷും കൊണ്ട് അങ്ങോട്ടേക്ക് വരാനാ പറഞ്ഞേ. എന്നാ ശരി, നമുക്കപ്പോൾ ആ ലൊക്കേഷനിലേക്ക് പോവാം. അതിനു മുൻപേ ഈ വീഡിയോ ഇതിരിക്കും ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാട്ടാ. അത് മാത്രമല്ല, ചാനൽ ഇതിരിക്കും സബ് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. ഇന്നപ്പോൾ നമുക്ക് റോക്കിനെ രക്ഷിക്കാൻ പറ്റുമെന്ന് നോക്കി നോക്കാം. ഈ സൈക്കിൾ ചവിട്ടി പോയി കഴിഞ്ഞാൽ എപ്പോൾ തന്നെ ഒരു കാര്യം ചെയ്യാം, തൽക്കാലം ഈ കാറങ്ങ് അടിച്ചു മാറ്റാം. ഹലോ ചേട്ടാ, ഞാൻ ഈ കാറങ്ങ് എടുക്കുന്നുണ്ട്. ശരി, അപ്പോൾ ചേട്ടൻ പോയിട്ട് ഒരു പുതിയ കാർ മേടിച്ചോ? ലെറ്റ്സ് ഗോ. അവന്മാരെ അയച്ചെന്ന ലൊക്കേഷനിലേക്ക് എത്തിയേക്കാണ്. ഈ വീടാണ് ലൊക്കേഷനിൽ കാണിച്ചേ. ഈ വണ്ടി ഇപ്പോൾ തൽക്കാലം ഇവിടെ പാർക്ക് ചെയ്യാം. അവന്മാരെവിടെയാ? എന്നോട് ഇങ്ങോട്ടേക്ക് വരാനാ പറഞ്ഞേ. ഇവിടെ എനിക്ക് ആരെയും കാണാനില്ല. ചിലപ്പോൾ അകത്തുണ്ടാവും. ഹലോ, ആരില്ല ഇവിടെ? ഇവരിത് എങ്ങോട്ടേക്ക് പോയേ? നമുക്ക് മേലെ കയറി നോക്കി നോക്കാം, ചിലപ്പോൾ ഒരു മേലെ ഉണ്ടാവും. അവന്മാരിത് ഇവിടെ നിൽക്കുന്നുണ്ട്. ഹലോ ചേട്ടന്മാർ പറഞ്ഞ പോലെ ഞാൻ പൈസ കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ അക്കൗണ്ടിൽ ഇപ്പോൾ 2 കോടി ഉണ്ട്. റോക്കി എവിടെയാ? റോക്കിയാ? എന്നിട്ട് റോക്കി? നിന്റെ പട്ടി. നമ്മളതിനെങ്ങ് കൊന്നുകളഞ്ഞു. നമ്മളാദ്യം വിചാരിച്ചത് നീ പൈസ കൊണ്ടുവരില്ല എന്ന്. എടാ, നിങ്ങൾ എന്നിട്ട് പണിയാൻ കാണിച്ചേ? എന്തിനാ റോക്കിനെ കൊന്നേ? അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഞാൻ പൈസ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നിങ്ങളെ വെറുതെ വിടില്ല. ഇന്ന് നിങ്ങളുടെ കാര്യത്തിലേ ഒരു തീരുമാനമാവും. ഇപ്പം ശരിയായിക്കരാം. ചാവട അങ്ങോട്ട്, ചാവടാ. നമ്മുടെ റോക്കിനെ കൊല്ലാറായില്ലേ? എന്നാലും റോക്കി എന്തൊട്ട് തെറ്റ് ചെയ്ത്? അതിൻ്റെ കൊല്ലേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ചാവങ്ങോട്ട്. പോലീസുകാരും നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഈ പോലീസുകാർ പിന്നെ കറക്റ്റാണ് കേട്ടാ. ഗുണ്ടകളെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല, പകരം എന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നേക്കാ. ഇവന്മാരുടെ കയ്യിലേ RPG ഉണ്ട്. തൽക്കാലം ഈ RPG എടുക്കാം, എന്നിട്ട് ആ പോലീസുകാരുടെ കാര്യത്തിൽ തീരുമാനമാക്കാം. നമ്മുടെ സിറ്റിയിലെ പോലീസുകാർ കറക്റ്റാ. ഇവർക്ക് ഗുണ്ടകളെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല, എന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതാ അവരുടെ പോലീസ് വണ്ടി. ഇന്നാ പിടിച്ചോ. എന്താ പോലീസുകാരെ, നിങ്ങൾക്കൊക്കെ എന്നെ അറസ്റ്റ് ചെയ്യാൻ മാത്രമേ ധൈര്യമുള്ളൂ അല്ലേ? നിങ്ങൾക്ക് ഗുണ്ടകളെ അറസ്റ്റ് ചെയ്യാൻ ധൈര്യമില്ല. എന്നാലും നമ്മുടെ റോക്കി പോയല്ലോ, അത് ഒരു തെറ്റും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവന്മാരെ വെറുതെ അഷിലാണ്ട് കൊന്നളഞ്ഞു. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല. നമുക്കിനി പോയിട്ടേ വേറെ പെറ്റിനെ മേടിക്കാം. ഇനിയിപ്പോൾ അതാ നടക്കുള്ളൂ.